ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു മുന്തിരി ജ്യൂസിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ 1/2 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുന്തിരി നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്താലും മതി കേട്ടോ. ഇനി അത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് മുങ്ങാൻ പാകത്തിൽ വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് തന്നെ തിളച്ച് വരണം. അപ്പോൾ തിള വരുന്ന വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് കുറച്ചായതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് വെക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ തിള വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൂടി മാറ്റി കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ പുറത്തേക്കൊക്കെ തൂയി പോവും. അതുകൊണ്ടാണ് ഞാൻ മൂടി മാറ്റി കൊടുക്കാന്ന് പറഞ്ഞത് കേട്ടാ. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടാ. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് വേറെ ചേരുവ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് വഴിയെ തന്നെ പറഞ്ഞു തരാം. ഇപ്പൊ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോരാ, നമുക്ക് ആ മുന്തിരിയുടെ സത്തൊക്കെ നന്നായിട്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലണം. ആ രീതിക്ക് വേണം നന്നായിട്ട് തന്നെ തിളച്ച് കിട്ടാനായിട്ട്. ഇപ്പൊ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടാ. അതിന്റെ ആ ഒരു തൊലിയൊക്കെ തന്നെ കുറച്ച് വിട്ട് വന്നിട്ടുണ്ട്. ഇത് പോരാട്ട, കുറച്ചു നേരം കൂടി നമുക്കൊന്ന് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത്ര ആയാല് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാട്ട. ഇത്രയും മതിയാവും. ഇപ്പൊ തൊലിയൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി സാധാരണ നമ്മൾ ജ്യൂസ് അടിക്കുന്നത് പോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ഞാൻ മിക്സർ ജാറിലേക്ക് 2 തവണ ഇട്ടിട്ടാണ് അത് അടിച്ചെടുക്കുന്നത്. ഇതിങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ജ്യൂസ് കിട്ടുന്നതാണ് കേട്ടോ. ഞാൻ മിക്സർ ജാറിലേക്ക് 2 തവണ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരു 3-4 സെക്കൻഡ് ഒന്ന് അടിച്ചാൽ മതി കേട്ടോ. അപ്പൊ ആദ്യത്തേത് അടിച്ചെടുത്തപ്പോ ഞാൻ അതൊന്ന് അരിക്കാനായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കുരുവൊന്നും അധികം അടിയാതെ തന്നെ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ സമയം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി അടുത്തതും കൂടി ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ചേരുവ കൂടി ഇതിലേക്ക് ചേർക്കണം. അപ്പൊ നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അത് പോരാതെ വരും, കാരണം മുന്തിരി കുറച്ച് പുളിയുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് തേനേ ചേർക്കുന്നുള്ളൂ. നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോനായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു തേനും പഞ്ചസാരയും കൂടിയിട്ട് നമുക്ക് ഈ ഒരു മധുരം കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര മാത്രം ഇട്ട് അടിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ഹെൽത്തിങ് കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തേനും കൂടി ചേർത്ത് അടിച്ച് കാണിച്ചത്. അങ്ങനെ നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഇതിൽ ഐസ് കട്ട ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താലും മതി കേട്ടാ. ഇപ്പൊ ഞാനിവിടെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. 2 മണിക്കൂറിന് മേലെ വെച്ചിട്ടുള്ളതാണ്. ഇനിയാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി ഒഴിക്കുകയാണെങ്കിൽ ഇതിന്റെ ജ്യൂസ് കുറച്ചും പത മാത്രം മുകളിലാണ് ഗ്ലാസ്സിൽ നിൽക്കാറ്. ഇനി അതില്ലാതിരിക്കാൻ നമുക്ക് ഒരു ഐഡിയ കൂടി ചെയ്യാം. ഇതുപോലെ ഒരു തവി വെച്ചിട്ട് പതുക്കെ പതുക്കെ അതിന്റെ പത മുകളിൽ നിന്ന് മാറ്റി കൊടുക്കണം. ആ ഒരു പത മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ല ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ വേണേലും ചെയ്യാട്ട. ഞാൻ ആദ്യം ഒരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ കണ്ടില്ലേ, ജ്യൂസ് മാത്രമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഗ്ലാസ്സിലേക്ക് നേരിട്ട് ഇത് ഇളക്കി ഒഴിക്കുകയാണെങ്കിൽ പദം മുകളിൽ കുറെ അധികം അങ്ങോട്ട് നിൽക്കും, ജ്യൂസ് താഴെ കുറച്ചേ കാണുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ജ്യൂസ് മുഴുവനായിട്ട് കിട്ടൂട്ടാ. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ ആ ജ്യൂസ് മുഴുവനായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഞാൻ അതിലേക്ക് മുന്തിരിയുടെ പൾപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വേവുന്ന സമയത്ത് കുറച്ച് മാറ്റി വെച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇത്ര ഉള്ളൂ. ഈ ഒരു മുന്തിരി ജ്യൂസിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്